Hello, hi everyone. ഇന്ന് നമ്മൾ നമ്മുടെ ഫിസിക്സിന്റെ 5th ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫോർത്ത് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ? നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് അതിൽ നിന്നും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ലൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. വെളിച്ചം. ഈ ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഭാഗമാണിത്. ഫസ്റ്റ് നമ്മൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുന്നത് റിഫ്ലക്ഷനാണ്. എന്താണ് റിഫ്ലക്ഷൻ, എങ്ങനെയാണ് ഈ റിഫ്ലക്ഷനെ എന്തൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് റിഫ്ലക്ഷൻ സംഭവിക്കും, അതുകൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് പഠിക്കുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പ്രതിപതനം. അപ്പോൾ ആദ്യം തന്നെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റിഫ്ലക്ഷൻ? എന്താണ് പ്രതിപതനം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പം നമ്മൾ ലൈറ്റൊക്കെ എവിടെയെങ്കിലും ഒന്ന് പോയി തട്ടി അവിടെ നിന്ന് തിരിച്ചു വരുന്നതിനെയാണ്, അവിടെ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പം നിങ്ങൾ നല്ല റബ്ബർ ബോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മതിലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തട്ടി അത് തിരിച്ചു വരും. അതേപോലെ തന്നെ പ്രകാശരശ്മികൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ റിഫ്ലക്ഷൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റിഫ്ലക്ഷൻ പഠിക്കുമ്പം അതിൻ്റെ ലോസ് ആണ്. ഏതൊക്കെ നിയമങ്ങളാണ് ഈ റിഫ്ലക്ഷൻ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പ്രതിപതനം ഏതൊക്കെ നിയമങ്ങൾ ആശ്രയിച്ചിരിക്കും എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ലൈറ്റ് എവിടെയെങ്കിലും പോയി തട്ടി തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊരു ഡയഗ്രാം ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതാണ് നമ്മളെ സർഫസ് എന്ന് വിചാരിക്കുക. ഈ സർഫസിലേക്കാണ് ലൈറ്റ് വന്ന് പതിക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ സർഫസിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട്, സർഫസിന് ലംബമായിട്ട് നമ്മളൊരു വര വരയ്ക്കും. അതിന് നമ്മൾ ലംബം അല്ലെങ്കിൽ എന്ത് പറയും, നോർമൽ എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ നോർമൽ നമ്മൾ വരയ്ക്കുന്നത് ഇവിടേക്കാണ് ലൈറ്റ് വരുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു പ്രകാശരശ്മി വന്ന് ഇവിടെ പതിച്ചു. അവിടെയാണ് നമ്മൾ ഈ നോർമൽ വരയ്ക്കുക. എവിടെ വേണമെങ്കിലും വന്ന് പതിക്കാം. ആ പതിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോർമൽ വരയ്ക്കാം. ഇനി അവിടെ പതിച്ചിട്ട് അത് അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല. അവിടെ നിന്ന് എന്ത് ചെയ്യും, ലൈറ്റ് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പം ഇങ്ങനെ ലൈറ്റ് ഒരു സ്ഥലത്ത് പോയി തട്ടി അത് തിരിച്ചു വരുമ്പം അത് ചില നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. നമ്മളെ പോലെയല്ല, കുറച്ച് നല്ല കുട്ടിയാണ് ലൈറ്റ്. അതായത് അത് കുറച്ച് ലോസ് ഒക്കെ ഫോളോ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എന്ത് ലോയാന്ന് നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഒരു സ്മൂത്ത് സർഫസിൽ, ഒരു നല്ല മിനുസമുള്ള പ്രതലത്തിലേക്കാണ് ലൈറ്റ് പോയി പതിക്കുന്നതെങ്കിൽ അത് ചെന്ന് പതിക്കുന്ന ഈ ആംഗിളിനെ, ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുക. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഏതാണ് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എന്നൊക്കെ ഓൾറെഡി അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഇത് നോർമലാണ്, ഇത് ഇൻസിഡൻറ്റ് റേ ആണ് എന്ന് നിങ്ങൾക്കറിയാം. വന്ന് പതിക്കുന്ന റേ ആണ്, പതനരശ്മിയാണ്. ഇനി ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്, പ്രതിപതന രശ്മിയാണ്. ഈ ഇൻസിഡൻറ്റ് റേയിൻ്റെയും നോർമലിൻ്റെയും നടുക്കുള്ള ഈ കോണിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ഈ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ഈ കോണിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ലോ പ്രകാരം, ഫസ്റ്റ് ലോ പ്രകാരം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. അതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്മൂത്ത് സർഫസിലേക്കാണ് ലൈറ്റ് വന്ന് പതിക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി രണ്ടാമത്തെ ലോ നോക്കൂ. ദി ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദി സർഫസ് ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. അപ്പം നമ്മുടെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും, ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന 3 റേസും, പതനരശ്മിയും പ്രതിപതന രശ്മിയും ലംബവും ഒരേ പ്രതലത്തിലായിരിക്കും, സെയിം പ്ലെയിനിലായിരിക്കും ഉണ്ടായിരിക്കുക. ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ. അതായത് ഇപ്പം നിങ്ങൾ ഈ ബോർഡിൻ്റെ സർഫസ് ഒരു പ്ലെയിൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും, നമ്മളിപ്പോൾ വരച്ച പോലെ. അല്ലാതെ ഇൻസിഡൻറ്റ് റേ ഈ ബോർഡിൽ ഇങ്ങനെ വന്ന് പതിച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ ഇൻസിഡൻറ്റ് റേ വന്ന് പതിച്ചിട്ട് റിഫ്ലക്റ്റഡ് റേ എൻ്റെ നേരെ ഇങ്ങനെ വരില്ല. ഓക്കെ, നിങ്ങളുടെ നേരെ അല്ലെങ്കിൽ നമ്മുടെ നേരെ മുന്നോട്ടേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ വേറൊരു പ്രതലത്തിലേക്ക് വരില്ല, 3ഉം ഒരേ പ്രതലത്തിലേക്കായിരിക്കും, സെയിം പ്ലെയിനിലായിരിക്കും. ഒരു ബോർഡിലാണെങ്കിൽ ആ ബോർഡിൽ തന്നെ. ഇനി നമ്മുടെ നിലത്ത് കൂടെയാണ് വരുന്നതെങ്കിൽ നിലത്ത് തന്നെ.
ഓക്കെ, അപ്പോൾ സെയിം പ്ലെയിനിലായിരിക്കും ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ മെയിൻലി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി നോർമലും ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഈ രണ്ട് ആംഗിൾസും നിങ്ങൾ പഠിച്ചതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഏതാന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, പതനകോണും പ്രതിപതന കോണും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒപ്പം ഈ രണ്ട് ലോസും കൂടെ പഠിക്കുക. അതാണ് നമ്മൾ ആദ്യം തന്നെ റിഫ്ലക്ഷനിൽ പഠിക്കാനുള്ള രണ്ട് മെയിൻ കാര്യങ്ങൾ. ഇനി ഈ ലോസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം ഒറ്റ ഒരു തരമൊന്നുമല്ല, വിവിധ തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻലി രണ്ട് റിഫ്ലക്ഷനാണ്, ഈ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും, ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. അപ്പോൾ എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ, എന്താണ് ഇറഗുലർ റിഫ്ലക്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റെഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, സോറി, ഫസ്റ്റ് വൺ ഇസ് റെഗുലർ റിഫ്ലക്ഷൻ, ക്രമപ്രതിപതനം. ക്രമപ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ മാത്രം സംഭവിക്കുന്നതാണ് ഈ ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഇവിടെ തട്ടി നിങ്ങൾക്കറിയാം റിഫ്ലക്റ്റ് ചെയ്തു പോകും, വന്ന് പതിക്കുന്നു റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. അടുത്ത ലൈറ്റ് രശ്മി പ്രകാശരശ്മി വരുന്നു, വന്ന് പതിക്കുന്നു റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. അടുത്ത പ്രകാശരശ്മി വരുന്നു, പതിക്കുന്നു, റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇങ്ങനെ ഒരു സ്മൂത്ത് സർഫസിലാണ് ലൈറ്റ് വന്ന് പതിക്കുന്നതെങ്കിൽ അത് വന്ന് തട്ടി തിരിച്ചു പോകുമ്പം തിരിച്ചു പോകുന്ന പ്രതിപതന രശ്മിയൊക്കെ പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. ഓക്കെ, റിഫ്ലക്റ്റഡ് റേസ് ഒക്കെ ഒന്നിനോടൊന്ന് പാരലൽ ആയിരിക്കും. അങ്ങനെയുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് അത് എവിടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ, സ്മൂത്ത് സർഫസിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഒക്കേഴ്സ് ഓൺ സ്മൂത്ത് സർഫസ്, മിനുസമുള്ള പ്രതലത്തിൽ മാത്രം നടക്കുന്നതാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇനി റിഫ്ലക്റ്റഡ് റേസ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും, ഒന്നിനോടൊന്ന് പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇമേജ് ഫോർമേഷൻ നടക്കും. ഇങ്ങനെ നമ്മളൊരു സ്മൂത്ത് സർഫസിൽ പോയി ലൈറ്റ് തട്ടി തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു റിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അങ്ങനെ പ്രതിപതനം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ഇമേജ്, പ്രതിബിംബം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പം നിങ്ങളെ കണ്ണാടിയൊക്കെ പോലെ, കണ്ണാടിയിൽ പോയി ലൈറ്റ് തട്ടി തിരിച്ചു വരുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രതിബിംബത്തെ കണ്ണാടിയിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ കണ്ണാടി പോലെ എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടെ പ്രതിബിംബത്തെ കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ താഴെ നിലത്തേക്ക് നോക്കി, റോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിബിംബത്തെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, അത് റഫ് സർഫസ് ആണ്. അവിടെയും ലൈറ്റ് പോയി പതിക്കുന്നു തിരിച്ചു വരുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു സ്മൂത്ത് സർഫസിൽ ലൈറ്റ് പോയി തട്ടി തിരിച്ചു വരികയാണെങ്കിൽ അവിടെ ഇമേജ് ഫോർമേഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ പ്രതിബിംബം അവിടെ രൂപപ്പെടും. അപ്പം അത്രയാണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. എന്താണത്? വിസരിത പ്രതിപതനം. ഈ വിസരിത പ്രതിപതനം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ നടക്കുന്ന സാധനമല്ല, വളരെ റഫ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് നിങ്ങളെ റിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് വിചാരിച്ചു. അതായത് ഇങ്ങനെ നമ്മുടെ സർഫസ് വളരെ റഫാണ്. അപ്പോൾ സർഫസ് വളരെ റഫ് ആകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലൈറ്റ് ഇവിടെ വന്ന് പതിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അതേസമയം ലൈറ്റ് ഇവിടെയാണ് പതിക്കുന്നതെങ്കിലോ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ നടക്കും. എവിടേക്ക് വേണമെങ്കിലും വന്ന് പതിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും റിഫ്ലക്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ പാരലൽ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് പാരലൽ ഒന്നും ആയിരിക്കില്ല. അതിങ്ങനെ ചിന്നിത്തെറിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ ലൈറ്റ് വന്ന് പതിക്കുന്നു, അതിന് തോന്നിയ പോലെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ അത് എവിടെയാണ് സംഭവിക്കുക? റഫ് സർഫസിലാണ് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുക. റിഫ്ലക്റ്റഡ് റേസ് ആർ സ്കാറ്റേർഡ്. അങ്ങനെയുള്ള പ്രതിപതന രശ്മികളൊക്കെ എന്തായിരിക്കും? ചിന്നിത്തിറച്ചു പോകുന്നതായിരിക്കും. പാരലൊന്നും ആയിരിക്കില്ല. ഒന്നൊന്നിനോട് പാരലോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിങ്ങനെ ചിന്നിത്തെറിച്ച് അതിൻ്റെ ആ സർഫസ് എങ്ങനെയാണോ അതേപോലെ പോകും. ഇനി ലാസ്റ്റ് എന്താണ്? നോ ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഉണ്ടാവില്ല. നമ്മുടെ ഇറഗുലർ റിഫ്ലക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് വന്ന് പതിക്കുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തു കൂടിയാണ് പോകുന്നതെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രതിബിംബം രൂപപ്പെടില്ല, ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. അപ്പോൾ അതിൻ്റെ മെയിൻ 3 പോയിന്റ്സ്, എവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേസ് എങ്ങനെയായിരിക്കും, അതേപോലെ ഇമേജ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കുക.
അപ്പോൾ അത്രയാണ് റെഗുലർ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഓരോരോ ഈ റിഫ്ലക്ഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് നമ്മൾ പഠിക്കാം. അപ്പോൾ റിഫ്ലക്ഷൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിബിംബത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ കണ്ണാടി തന്നെയാണ് അല്ലേ, മിറർ. അപ്പം മിററുകളാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ നമ്മൾ ജീവിതത്തിൽ മെയിനായിട്ട് നമ്മൾ റിഫ്ലക്ഷൻ കാണുന്നത് മിററുകളിലാണ്, ദർപ്പണങ്ങളിലാണ് അല്ലെങ്കിൽ കണ്ണാടികളിലാണ്. അപ്പം വിവിധ തരം കണ്ണാടികളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം കണ്ണാടിയാണ്, അതിന് പറയുന്നതാണ് പ്ലെയിൻ മിറേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാ കണ്ണാടിയാണ് നമ്മൾ പ്ലെയിൻ മിറേഴ്സ് അല്ലെങ്കിൽ സമതല ദർപ്പണം എന്ന് പറയാം. ഇനി അത് മാത്രമാണോ? അല്ല, വേറെ തരത്തിലുള്ള മിറേഴ്സും ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനുമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളെ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ മിറേഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ സമതല ദർപ്പണത്തിൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ്. നിങ്ങളിപ്പം എവിടെയാണോ കണ്ണാടി നോക്കുന്നത്, ആ കണ്ണാടി എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ലൈറ്റ് രശ്മി ഇവിടെ പോയി തട്ടി തിരിച്ചിങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇമേജ് കാണുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ലൈറ്റ് അവിടെ തട്ടി പോയി തിരിച്ചു വരും. അപ്പോൾ പ്ലെയിൻ സർഫസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ അവിടെ ഒബേ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പോയി തട്ടി തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ ഇമേജ് നമ്മളെ ആ കണ്ണാടിയിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണുന്ന ഇമേജിന്, പ്രതിബിംബങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആ ഇമേജ് നമുക്കിങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല അല്ലെ, കണ്ണാടീൻ്റെ ഉള്ളിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഇമേജ് കണ്ണാടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇമേജിൻ്റെ പ്രത്യേകതകൾ, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നോക്കൂ, അത് വിർച്വൽ ആയിരിക്കും. വിർച്വൽ അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബമായിരിക്കും. എന്താ ഈ വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിററിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഇമേജസിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജസ് അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത്. അതായത് നോക്കൂ, നിങ്ങളാണ് ആ വസ്തു, അത് മിററിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇമേജ് ഉണ്ടാവുന്നത് എവിടെയാ? അതിൻ്റെ പുറകിലായിട്ടാണ്. അങ്ങനെ പുറകിലായിട്ട് ഇമേജ് ഉണ്ടാകുമ്പോൾ നമുക്കതിനൊരു സ്ക്രീൻ, ഇപ്പം നിങ്ങളുടെ ഇവിടെ കയ്യിലൊരു സ്ക്രീൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജിനെ നമുക്ക് ഈ സ്ക്രീനിലേക്ക് പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു സ്ക്രീൻ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് കിട്ടില്ല. അത് കണ്ണാടിയുടെ പുറകിലാണ് അല്ലെങ്കിൽ മറ്റേ വശത്താണ്, ഒബ്ജക്റ്റിൻ്റെ അതേ വശത്തല്ല, അതിൻ്റെ എതിർവശത്താണ്. അങ്ങനെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ഇമേജ് വരുന്നത്. അതിനെ നമുക്കൊരു സ്ക്രീനിലൊന്നും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് വിർച്വൽ, മിഥ്യാ പ്രതിബിംബം എന്ന് പറയും. അപ്പോൾ അതെപ്പോഴും കണ്ണാടിയുടെ പുറകിലായിരിക്കും, ഒബ്ജക്റ്റ് വെക്കുന്നതിൻ്റെ എതിർവശത്തായിരിക്കും. ഇപ്പം നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇടത് വശത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വലത് വശത്തായിരിക്കും എന്തുണ്ടാവുക? വിർച്വൽ ഇമേജ് ഉണ്ടാവുക. വലത്, വിർച്വൽ, വി എന്ന് പഠിച്ചു വെച്ചാൽ മതി. വലത്ത് സൈഡിലാണ് വിർച്വൽ ഇമേജ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വലത്ത് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെയാണോ വെക്കുന്നത് അതിനെതിരെ ആയിട്ടായിരിക്കും വിർച്വൽ ഇമേജ്. ഇവിടെ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്താണ് വിർച്വൽ ഇമേജ് ഉണ്ടാവുക. അപ്പോൾ പ്ലെയിൻ മിററിൽ എപ്പോഴും നമ്മളിവിടെ നിൽക്കും, കണ്ണാടിക്ക് പുറകിലായിട്ടാണ് നമ്മുടെ ഇമേജ് വരുന്നത്. അതുകൊണ്ട് അവിടെ മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് ആണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആണ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഇമേജ് തല തിരിഞ്ഞൊക്കെയാണോ ഉണ്ടാവുക? അല്ല, നമ്മൾ എങ്ങനെ നിൽക്കുന്നോ അങ്ങനെ തന്നെയാണ് നമ്മളെ ഇമേജ് നമ്മൾ കണ്ണാടി കാണുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇമേജിന് നിവർന്ന് നിൽക്കുന്ന നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് ഇമേജ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇറക്റ്റ് ഇമേജ് അല്ലെങ്കിൽ നിവർന്ന പ്രതിബിംബം എന്ന് പറയാം. അതേസമയം നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങളിങ്ങനെ നിന്നിട്ട് നിങ്ങളെ ഇമേജ് തല തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ഇൻവേർട്ടഡ് എന്ന് പറയും. തല കീഴായിട്ടുള്ള ഇമേജ് എന്ന് പറയും, പ്രതിബിംബം എന്ന് പറയും. അപ്പോൾ നേരെ നിവർന്ന് തന്നെ നിൽക്കുന്ന ഇമേജ് ആണെങ്കിൽ നമ്മളതിനെ ഇറക്റ്റ് എന്ന് പറയും. സോ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും പ്ലെയിൻ മിറേഴ്സിൽ ഉണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ്, സെയിം സൈസ് ആയിരിക്കും. നമ്മളുടെ അതേ വലുപ്പത്തിൽ തന്നെ ആയിരിക്കും നമ്മളെ ഇമേജ് നമ്മൾ കണ്ണാടിയിൽ കാണാം, സെയിം സൈസ് ആയിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ്, ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ മിറർ. നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉള്ളത് അല്ലേ. ഈ ഒബ്ജക്റ്റ് തൊട്ട് ഈ കണ്ണാടി വരെയുള്ള ദൂരവും ഈ കണ്ണാടി തൊട്ട് ഈ ഇമേജ് പ്രതിബിംബം വരെയുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 10 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര തന്നെയായിരിക്കും? 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ആ വെച്ചിരിക്കുന്ന വസ്തുവിലേക്കുള്ള ദൂരവും കണ്ണാടിയിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്ത് തന്നെയായിരിക്കും?
സെയിം തന്നെയായിരിക്കും. രണ്ടും 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ, 20 ആണെങ്കിൽ 20 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾക്ക് കണ്ണാടി നോക്കി തന്നെ കാണാം. നമ്മൾ കണ്ണാടീൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളെ പ്രതിബിംബവും അടുത്തായിരിക്കും. അതേസമയം നമ്മൾ കണ്ണാടിയിൽ നിന്ന് പുറകോട്ട് പോയി നോക്കിയാലോ നമ്മളെ പ്രതിബിംബവും പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മളെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ തന്നെയായിരിക്കും. എവിടെ നിന്ന്? മിററിൽ നിന്ന്. ഓക്കെ, മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലെയിൻ മിറേഴ്സിൽ അതിൻ്റെ ഇമേജിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്ലെയിൻ മിറർ ആകുമ്പോൾ നമുക്ക് വിർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, അതേപോലെ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദി ഇമേജ് വിൽ ബി ഈക്വൽ. അപ്പോൾ ഇത്രയും 4 പോയിന്റ് നിങ്ങൾ പഠിക്കുക. മിഥ്യാപ്രതിബിംബം, നിവർന്നിരിക്കുന്ന പ്രതിബിംബം, ഒരേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും, അതേപോലെ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരവും അതേപോലെ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്തായിരിക്കും? തുല്യം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പ്ലെയിൻ മിറർ എന്ന് പറയുന്ന പാർട്ടിൽ നന്നായിട്ട് പഠിക്കുക. അതേപോലെ അതിൻ്റെ ഫിഗർ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ച് പഠിച്ചു. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. 2 ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, റെഗുലർ ആൻഡ് ഇറഗുലർ, അത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പ്ലെയിൻ മിറർ റിഫ്ലക്ഷനും പഠിച്ചു. പിന്നെയുള്ള ബാക്കിയുള്ള പോർഷനിൽ നിങ്ങൾ പ്ലെയിൻ മിററുകളല്ലാതെ വേറെ ഏതെങ്കിലും മിററൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് പഠിക്കാൻ പോവുക. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, അതേപോലെ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. സോ താങ്ക് യു.